ഇന്നൊരു ക്രിസ്മസ് ദിനമാണ് കേട്ടോ. അതായത് ക്രിസ്മസിൻ്റെ തലേ ദിവസം. അപ്പോൾ ഞാൻ ക്രിസ്മസിനെ വരാൽ കേട്ടില്ല, വരാൽ, കണ്ണൻ, ബ്രാൽ, ഇതൊക്കെ ഒരു മീൻ പറയുന്ന പേരാട്ടോ. അത് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് അവർ ഞങ്ങൾ ഹാപ്പി ക്രിസ്മസ് പറയുന്നു. അവിടെ കുറേ കളിക്കുന്ന ഉണ്ണികളുണ്ട്. അപ്പോൾ അവരൊരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതാ വരാൽ വാങ്ങിക്കാൻ പോണു. ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ടൗണിലോട്ട്. അങ്ങനെ പോയി ഇതാ അവിടെ ചേട്ടന്മാർ ഇതാ വിൽക്കാൻ വെച്ചിരിക്കുന്നു. കുറേ പേരുണ്ടെന്ന്. വലിയ ബ്രാലിന് 500 രൂപയാണ് അത് വില പറഞ്ഞത്. ഇതിനൊക്കെ 500 രൂപയായിട്ട് വില വരുന്നത്. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ളതിൽ 400 രൂപ. അങ്ങനെ അവനെ വാങ്ങിച്ചു. പിന്നെ കടയിൽ നോക്കി ഒരു പ്ലം കേക്ക് വാങ്ങിക്കുക വെച്ച് കടയിൽ കയറി. അവിടെ നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പ്ലം കേക്കില്ല. അങ്ങനെ ഇവന്മാരെ കൊണ്ടുവന്നു ഇതാ നന്നാക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് വന്നു. ഇതാണ് നമ്മുടെ വരാൽ, കണ്ണൻ, ബ്രാൽ എന്നൊക്കെ പറയുന്ന മീനുകൾ. ഇവൻ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെണ്ണീർ ഇവനെ പിടിക്കണമെങ്കിൽ വെണ്ണീറോ പൊടിയുപ്പോ ഏതെങ്കിലും ഒന്ന് ചേർന്നിട്ടേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. കാരണം കയ്യിൽ നിന്ന് ഭയങ്കര വഴുക്കലായിട്ട് പോകും. 3 എണ്ണത്തിനും ജീവുണ്ട്. ഓരോ സൈഡിലേക്കായിട്ട് നീങ്ങി പോവുകയാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിനും കൂടെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളവരുടെ തലയാണ് പിടിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് ഒതുങ്ങി കിടക്കും. വരാനുള്ള ജീവൻ അങ്ങനെ പോകാൻ എളുപ്പമല്ല. എന്നിട്ട് ഇവനിതാ കല്ലിൻ്റെ അവിടേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ കല്ലിൻ്റെ അവിടെ വെച്ചിട്ടാണ് നന്നാക്കുന്നത്. അവിടെ നന്നാക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഇതാ അലക്കണ കല്ലിൻ്റെ അവിടെ വെച്ചിട്ട് നന്നാക്കാൻ പോവുകയാണ്. പൊടിയിപ്പിട്ടു, കല്ലുപ്പാണ് ഇട്ടത്. അവസാനം അതിൻ്റെ തലയ്ക്കൊന്ന് ചാവാൻ വേണ്ടി തലയ്ക്കൊരു 4 തല്ല് തല്ലി. കല്ലുപ്പ് കൊണ്ട് പറ്റില്ല കേട്ടോ. അവസാനം ഞങ്ങൾ പൊടിയുപ്പൻ എടുക്കേണ്ടി വന്നു. കയ്യിൽ നിൽക്കുന്നില്ല. എല്ലാത്തിനെയും അങ്ങനെ തലയ്ക്ക് അടിച്ച് ഓരോന്നിനെയും കൊന്നെടുത്തു. ഈ ഒരു സൈസിനുള്ളതിനാണ് ഒരു 400 രൂപ വില പറഞ്ഞത്. ഇതിലും വലുതുണ്ട്. 1 കിലോ തന്നെ ഒന്ന് വരും. ആ പരുവത്തിലുള്ളതിന് 500 രൂപയാണ് കിലോ വില പറഞ്ഞത്. അങ്ങനെ ഇതാ നന്നാക്കിയെടുക്കുന്നു. ആദ്യം നമുക്ക് ഇവനെ ചിറക് വെട്ടണം. കയ്യിൽ പിടി നിൽക്കില്ല. കയ്യിൽ ഇങ്ങനെ വഴുക്കി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് പൊടിയുപ്പൊക്കെ അവസാനം പൊടിയുപ്പിട്ടിട്ടാണ് പിടിച്ചത്. അങ്ങനെ ഇതാ അവൻ്റെ ചിറക് വെട്ടണം. കത്രിക ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും നല്ലത് കേട്ടോ. കത്തി കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇതേപോലെ 2 സൈഡും അവൻ്റെ ചിറക് വെട്ടിയെടുക്കണം. അങ്ങനെ മറ്റേ സൈഡ് ഇതാ വെട്ടിയെടുക്കുന്നു. തല മുറിച്ചെടുത്ത് അവൻ്റെ മാന്തൾ ചീന്തണ പോലെ തൊലി നമ്മളാണ് ചീന്തെടുക്കും. ചിലവർ തൊലി ചീന്തെടുക്കും, ചിലവർ തൊലി ചീന്താണ്ട് ചെതമ്പിൽ ചെത്തിക്കളയും. ഒരു കണക്കിന് ചെതമ്പിൽ ചെത്തുന്നതാണ് നല്ലത്. എന്നാൽ അവസാനം ഞങ്ങൾ രണ്ട് വരാലിനെ ചെതമ്പിൽ ചെത്തുകയാണ് അവസാനം ഉണ്ടായത്. തോല് ചീന്തുക എന്ന് പറഞ്ഞാൽ കൂടെ മാംസം കൂടി പോരുന്ന കാരണം എളുപ്പമല്ലായിരുന്നു അത്. ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ സമയലാഭത്തിനും അതാണ് നല്ലത്, ചെതമ്പിൽ ചെത്തിക്കളയുക. ഉരയ്ക്കണ കല്ലിൻ്റെ ആയിട്ട് നമ്മൾ തുണി ഉരയ്ക്കുന്ന പോലെ കല്ലുപ്പിട്ടിട്ട് അല്ലെങ്കിൽ പൊടിയുപ്പിട്ടിട്ടോ ഉരച്ചെടുക്കണം. വേണ്ട ചെതമ്പിൽ ചെത്തി കളയണമെങ്കിൽ അവസാനം രണ്ടാമത്തേന് ചെയ്തത്. പൊടിയുപ്പാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതാ പൂച്ചക്കുട്ടന്മാർ അവിടെ കാവലിരിക്കുന്നുണ്ട് കേട്ടോ. തലതാ നമ്മൾ ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കണം. അവസാനം കുറേ വട്ടം കഴുകി വൃത്തിയാക്കുമ്പോൾ കൊഴുപ്പ് പോലത്തെ വെള്ളങ്ങളുണ്ടാവും. അത് മുഴുവനും കഴുകി കൊഴുപ്പ് പോകുന്ന വരെ കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് ഇവനെ വട്ടനെ മുറിച്ചെടുക്കണം. കനം കുറഞ്ഞ് വട്ടനെ നമ്മൾ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കിങ് നാളത്തെ വീഡിയോയിൽ ഇടാം.